ഹായ് ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് ഇപ്പം വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പോത്തങ്കോട്ട അനിയത്തിയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയിട്ടത് ഇപ്പോഴ് അനിയത്തിയും കൊണ്ട് തിരിച്ച് കല്ലറ വന്നപ്പോൾ അമ്മയും അച്ഛനും ജോലി സ്ഥലത്ത് നിന്ന് വന്നു. അപ്പോഴേ അവർ വന്നിട്ട് വീട്ടിൽ പോയതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ വന്ന് പിന്നെ നാളെ ഇത്തിരി വീട്ടിൽ ആഹാരം വയ്ക്കാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അച്ഛൻ ഇപ്പോൾ വരും നോക്കി നിൽക്കുകയാണ്. ഏകദേശം ഞാൻ ഒരു 15 മിനിറ്റോളമായി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ വരുമായിരിക്കും. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ അച്ഛൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേ എൻ്റെ അച്ഛൻ വരികയാണെങ്കിൽ ഇപ്പം ഞാൻ വീട്ടിൽ പോവും. ഇപ്പം ഞാൻ ഇവിടെ എനിക്ക് എൻ്റെ അച്ഛനെ പരിചയമുള്ള ഒരു കടയിലാണ് നിൽക്കുന്നത്. ഞങ്ങളെ കാര്യമായിട്ട് അറിയാറുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ ഏത് ഇരുട്ടത്തും നിൽക്കുക. ഇരുട്ടത്തൊന്നല്ല, കട തുറന്നിരിക്കുമ്പോൾ നിൽക്കുക, പേടിയില്ല. അപ്പം ഞാൻ ഇവിടെ കല്ലറ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി. രാത്രി പിന്നെ 7 മണി കഴിഞ്ഞ് ഒരു ബസ് പോലും ഇല്ല ഇവിടെ. നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ടൊക്കെ KSRTC 1-2 എണ്ണം ഉണ്ട്. ഒരു തെങ്ങുംകോട്, ഒരു തെങ്ങുംകോട്, ഒരു പരപ്പിൽ, അങ്ങനെ ഒരു കിളിമാനൂർ, കായംകുളം, ഏകദേശം ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ട് ഒരെണ്ണം പോലും ഇല്ല. അത് കാരണം ഒരുമായി ഡെസ്പടിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ അച്ഛൻ വരികയാണെങ്കിൽ കയറിപ്പോവും. അച്ഛനെ നോക്കി നിൽക്കണം നിപ്പാണ് ഞാനത്. എൻ്റെ തൊണ്ടയ്ക്കും വലിയ സുഖമില്ല, പനിയും പിടിച്ച് ശ്വാസം മുട്ടലും ജലദോഷമൊക്കെ ആയിട്ട് വീട്ടിൽ കുത്തിയിരിപ്പായിരുന്നു ഈ ഒരു ദിവസം ഫുള്ള്. ഇന്ന് ഞാൻ ഇത്തിരി ഒന്ന് പുറത്തോട്ടിറങ്ങി. ഇന്നാണെങ്കിൽ ഇന്നലെ മുഴുവൻ സ്കൂളുണ്ടായിരുന്നു. സ്കൂളും കഴിഞ്ഞ് ഇനി അസൈൻമെൻറ്റ് എഴുതാണ്ട് വീട്ടിൽ പോയിട്ട്. ഞങ്ങളുടെ ഫിസിക്സ് സാർ അസൈൻമെൻറ്റ് തന്നേക്കാണ്. ഞാൻ VHSCയിലാക്കും. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഇപ്പം അതിന് അസൈൻമെൻറ്റ് തന്നേക്കാണ്. അതും എഴുതണം. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഹോംവർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഇനി ചെന്നിട്ടോണം ഇത് രാത്രി ഇതെല്ലാം ചെയ്തിട്ട് നാളെ രാവിലെ ഇനി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. ഒരു ദിവസം വീട്ടിൽ ഇരിക്കുന്ന ദിവസം ഒരു അലക്ക്, പിന്നെ മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് പോകും. അപ്പം ഞാൻ അച്ഛനെ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറോളമായി. 3/4 മിനിറ്റോളമായി. 1/4 മിനിറ്റോളമായി. എനിക്കാണെങ്കിൽ ക്യാമറാമാനൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് വീഡിയോ എടുക്കൊക്കെ ഉള്ളൂ. ഇപ്പം ഞാൻ തിങ്കളാഴ്ച ഒരു വീഡിയോ ഇടും. അത് അന്ന് സ്ട്രൈക്ക് ആണെങ്കിൽ ഈ ഒരു ദിവസത്തെ കല്ലർ ലൈഫ്, പിന്നെ ചെറിയ ചെറിയ റീലുകളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇടും. 1-2 വീഡിയോസൊക്കെ അന്നിടും. വെള്ളം തയ്ക്കണം, കുറച്ച് വെള്ളം കുടിക്കട്ടെ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലതാണ്, കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, പഠിക്കണം, മാർക്ക് കിട്ടണം. നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നീ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞേക്കാണ് എൻ്റെ അച്ഛൻ. നല്ല ജോലിക്ക് പോവേ, നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് ഹാപ്പി ലൈഫ് ആവുക. അപ്പം VHSC കിട്ടിയത് കൊണ്ട് ഒരാശ്വാസമുണ്ട്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എളുപ്പം വീട്ടിലോട്ടൊക്കെ പോവാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളാണ്. ഏകദേശം 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇതേ അച്ഛനെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഇത് അച്ഛൻ വരുന്നു ഇല്ല, അച്ഛൻ വരുന്നില്ല ഗൈസ്. ഇപ്പം ഏകദേശം കുറച്ച് നേരമായി, 20 മിനിറ്റോളം. 9 മണി കഴിഞ്ഞ് ഗൈസ്, 9 മണി കഴിഞ്ഞ് രാത്രി. എൻ്റെ ചില ശനിയാഴ്ചകളൊക്കെ ഇങ്ങനെ തന്നെയാണ് പോണത്. അച്ഛൻ വന്നു ഗൈസ്, അച്ഛൻ വന്നു. അപ്പം ഇനിയിപ്പം വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അച്ഛൻ വന്ന് ഗൈസ്. വീട്ടിൽ പോയിരിങ്ങിയപ്പോഴാണ് അമ്മ അച്ഛനോട് പറഞ്ഞത് 2 കിലോ കുടുംബശ്രീ അരിയും പിന്നെ പച്ചക്കറികൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ. നാളെ വീട്ടിൽ ബിരിയാണി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അച്ഛൻ അരി വാങ്ങാൻ പോയേക്കാണ്. പിന്നെ അവിടെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിപ്പോൾ വണ്ടിയുടെ സൈഡിലോട്ടും തൂക്കിക്കോട്ടെ. അയ്യപ്പോൾ ഇതൊക്കെ തൂക്കാന്ന് പറയണത് അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കടയിലോട്ട് പോവാം. താക്കോലെടുക്കണം. ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലാ ചാവി സേഫായിട്ട് എടുത്തിട്ടുണ്ട്.
ഇതാണ് എൻ്റെ അച്ഛൻ ഗൈസ്. ഇനിയിപ്പോൾ പച്ചക്കറി വാങ്ങണം. 9 മണി സമയമായി. ഇനി ഏതാ പച്ചക്കറി കട തുറന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഞാൻ ഒരു പരിവായി നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് പോവാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂണിഫോം കൊണ്ടൊന്ന് തയ്ക്കാൻ കൊടുത്തേക്കാണ്. അതും കൊടുത്ത് ഇനി അത് വാങ്ങണം. അടുത്ത ശനിയാഴ്ചയോ അത് കിട്ടുമ്പോൾ ഈ യൂണിഫോമും വാങ്ങിച്ച് കറങ്ങി വീട്ടിലൊക്കെ ചെല്ലണം. അടുത്ത ശനിയാഴ്ച പോലും ആംബുലൻസ് പോണു കൈ. തൻ്റെ വിജനതീരമായ കല്ലറയിലൂടെ ഞാനിങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഇത് കണ്ടോ, ഒരിരുട്ടറ പോലൊരു മുറിയല്ല, ഒരു പാർക്കിംഗ് പ്ലേസാണിത്. കാടും പടലൊക്കെ പിടിച്ച് കിടക്കുന്നു. ഒരു ചേട്ടൻ ഷട്ടർ ഇട്ടതാണ് ഗൈസ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഗൈസ് എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. എനിക്ക് യൂട്യൂബ് വീഡിയോ എങ്ങനെ എടുക്കണമെന്നൊന്നും അത്ര പരിചയമില്ല. ഞാൻ ആകെ ചെറിയ 1-2 കോപ്പിറൈറ്റ് വീഡിയോകളും ഇട്ടിട്ടുണ്ട് ഇപ്പം. പിന്നെ പുതിയ വീഡിയോകൾ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ലൊരു ക്യാമറാമാനെ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച വീഡിയോ എടുക്കാം. എൻ്റെ കൂട്ടുകാരെല്ലാം കാണും. കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് കല്ലറയും ഞങ്ങളുടെ സ്കൂളും ഒക്കെ കാണിച്ചു തരാം. പലരും കണ്ടാണ്. AK ടോക്കൊക്കെ പഠിച്ചത് എൻ്റെ സ്കൂളിലാണ് ഗൈസ്. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ പ്രമുഖ യൂട്യൂബർ AK ടോക്ക്, പിന്നെ അതുപോലെ തന്നെ നല്ല പേരുകേട്ട വിജയം, തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വിജയം കൂടിയ സ്കൂളും ഞങ്ങളാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ, ഞാൻ അച്ഛൻ്റെ വണ്ടിയിൽ വന്നിരിക്കുകയാണ്. കണ്ട മൊണ്ടിയായിരിക്കുകയാണ് ഗൈസ്. അച്ഛൻ അരിയും വാങ്ങിച്ചുകൊണ്ട് ഇപ്പം വരും എന്നും പറഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോകണം. അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകണം. വീട്ടിൽ പോയി ചായ ഇട്ട് കുടിച്ച് ഇന്നത്തെ ദിവസം ഗോവിന്ദ. അപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മുഴുവൻ അടച്ച് കഴിഞ്ഞു. നമ്മുടെ സ്ഥിരം മാമൻ തുറന്നിട്ടുണ്ട്, വേറെ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പച്ചക്കറി ഇല്ലേ പിന്നെ പൈസ ഇങ്ങനെ പച്ചക്കറി കടയിലെത്തി ഗൈസ്. ഇങ്ങനെ നിൽക്കണേന് കുറച്ച് ഇതേ ഈ കാണുന്നതാണ് എൻ്റെ അച്ഛൻ. പച്ചക്കറി വാങ്ങാൻ വേണ്ടി ചെന്നിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഞങ്ങളെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള പച്ചക്കറി കടയിലേക്ക് വേറൊരു കടയും കൂടിയുണ്ട്. അവിടെ അതൊരു പച്ചക്കറി കടയാണ്. ആ നീല ടാർപ്പ കാണുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് ആ വെളിച്ചെങ്ങനെ. അതുപോലെ ഇവിടെ ഒരുപാട് കടയുണ്ട്. അതേ ഒരു നാളെ ബിരിയാണിയാണെന്നുള്ളത് മാത്രമാണ് ഒരു സമാധാനവും സന്തോഷവും. അപ്പം പച്ചക്കറി വാങ്ങിച്ച് വന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ബസ് സ്റ്റാൻഡും കൂടെ ഒന്ന് കാണിക്കാൻ. ഇപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിനകത്ത് എന്നെപ്പോലും തിരിച്ചറിയാനില്ല. ഇരുട്ട് കയറി കിടക്കുകയാണ് ഗൈസ്. ഞാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ വീട്ടിൽ എത്തി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കനും കൂടി ഇട്ടിച്ചങ്ങോട്ട് പിടിച്ചു.